ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ മെറ്റീരിയൽ ഇഷ്യൂ റേറ്റ് കണ്ടെത്താനുള്ള പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയ ജനറൽ ആയിട്ട് പറയാനുള്ള കേസാണ്. സോ ജോയിന്റ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന കോൺസെപ്റ്റ്, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് വാങ്ങാതെ ചെയ്യാറ് നമ്മളൊരു കൂട്ടം മെറ്റീരിയൽസ് വാങ്ങുക ചെയ്യും. അപ്പോൾ ഓരോ മെറ്റീരിയൽസിലേക്ക് എന്തുണ്ട്, അതിന്റെ കോസ്റ്റ് അവിടെ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന ഒരു കോസ്റ്റ് ഉണ്ട്. ഇപ്പൊ ലൈക്ക് കാരേജ് കോസ്റ്റ് എന്ന സംഭവമുണ്ട്. മീൻസ് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെലവ് ചെയ്യുന്ന പൈസ. അതുപോലെ തന്നെ അത് കേടുകൂടാതെ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അതിന് ഇൻഷുറൻസ് നൽകുന്നത്. അതുപോലെ ആ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ സെയിൽസ് ടാക്സ് അടക്കുന്നുണ്ട്. ഇത് ഈ ഒരു കൂട്ടം മെറ്റീരിയൽസിലേക്ക് നേരിട്ടായിട്ട് ആഡ് ചെയ്യുക. പക്ഷെ അതിന്റെ എത്രത്തോളം പ്രൊപ്പോർഷൻ ഒന്നും നമ്മളിവിടെ നോക്കുന്നില്ല. സോ ജോയിന്റ് കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ എത്ര എമൗണ്ട് ആണ് ഓരോ മെറ്റീരിയലിലേക്ക് പോകുന്നത് അത് നമ്മൾ അസർടൈൻ ചെയ്യണം. ഉദാഹരണം, നമ്മൾ കാരേജ് കോസ്റ്റ് കൊണ്ടുവരണം. ഒരു എ ബി എന്നൊരു രണ്ട് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഒരു കാരേജ് കോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് കാരേജ് ഒരു 1000 രൂപയാണെങ്കിൽ തന്നെ ആ ടോട്ടൽ എമൗണ്ട് എന്ന് കാണിക്കുന്നുള്ളൂ. പക്ഷെ എ എന്ന പ്രൊഡക്റ്റിലേക്ക് എത്ര രൂപയാണ് കാരേജ് കോസ്റ്റ് വന്നിട്ടുള്ളത്, ബി എന്ന കോസ്റ്റിലേക്ക് എത്ര വന്നിട്ടുള്ളത് അവിടെ നോക്കുന്നില്ല. പക്ഷെ വി നീഡ് ടു അസർടൈൻ ഇറ്റ് ഹൗ മച്ച് ഇറ്റ് ഈസ്. അപ്പൊ ഇത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കാരേജ് മീൻസ് കൊണ്ടുവരുന്നതിന്റെ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് വെയിറ്റ്. നമ്മൾ ആ വെയിറ്റിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രൊപ്പോർഷനേറ്റ് വെച്ചിട്ട് അതിന്റെ വാല്യൂ കണ്ടെത്തണം. ഒരു യൂണിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ചിലവായതു. അതുപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊണ്ടുവരുന്ന മൂല്യമുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന മെറ്റീരിയലിന്റെ മൂല്യത്തെ വെച്ചിട്ടാണ് ഇൻഷുറൻസിന്റെ എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ മെറ്റീരിയലിലേക്കും നൽകുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കൺസൈൻ ആണ്. മീൻസ് എ കൺസൈൻ ഓഫ് 2 കെമിക്കൽസ് എ ആൻഡ് ബി. എയും ബിയും എന്ന രണ്ട് കൺസൈൻമെന്റ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡാറ്റ നമുക്ക് തന്നിട്ടുള്ളത് എ എന്ന കൺസൈൻമെന്റിൽ 6000 കിലോനും അതിന്റെ വില എന്ന് പറയുന്നത് 4 രൂപയാണ് പെർ കെ ജി. അപ്പൊ ടോട്ടൽ എമൗണ്ട് അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവായതല്ല, നമ്മൾ പേ ചെയ്ത് 24,000 രൂപയാണ്. അതുപോലെ തന്നെ ബി 3000 കിലോ നമ്മൾ കൊണ്ടുവരുന്നു, അതിന് 5000 രൂപ പെർ കെ ജി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കിലോന് 5 രൂപയാണ്, 3000 കിലോനാണ് കൊണ്ടുവരുന്നത്. അപ്പം ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. സെയിൽസ് ടാക്സ് രണ്ടും കൊണ്ടുവരാൻ നമുക്ക് ഉണ്ടായിട്ട് സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ 1300 രൂപയാണ്. അതുപോലെ തന്നെ ഇത് കൊണ്ടുവന്ന റെയിൽവേയിൽ കൂടെ ആയതുകൊണ്ടാണ് അതിന് നമുക്കൊരു കോസ്റ്റ് നൽകിയിട്ടുണ്ട് 540 രൂപ. അങ്ങനെ ടോട്ടൽ നമുക്ക് ഉണ്ടായ ചെലവ് പറയുന്നത് 40,080 രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ചെറിയൊരു ബ്രേക്കേജും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട്, കുറച്ച് യൂണിറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ട യൂണിറ്റ്സ് ആണ് ഏതാണെങ്കിൽ എൻ്റെ 300 യൂണിറ്റ് കെ ജി അല്ലെങ്കിൽ 300 കിലോ മെറ്റീരിയൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബിന്റെ 150 യൂണിറ്റ്സ് അല്ലെങ്കിൽ 150 കിലോന് നമുക്ക് എന്ത് നഷ്ടമായിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലെ സ്റ്റോക്കിന്റെ മെറ്റീരിയൽ റേറ്റ് കണ്ടെത്താൻ ശ്രമിക്കണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർ പറയുന്ന വെച്ചാൽ we should have to assume that a provision of 3% towards the further deterioration means കേടൊന്ന് പോകും. അപ്പൊ 3% കൂടി ഇപ്പൊ കൊണ്ടുവരുന്ന ടോട്ടൽ യൂണിറ്റ്സിന്റെ 3% കൂടി കേട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് മീൻസ് ഇഷ്യൂയിങ് റൈറ്റ് കണ്ടെത്തുന്നതാണ് ഈ പ്രോബ്ലം. അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു എക്സൽ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നമുക്കറിയാം, ഹെഡിങ് വേണം, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ നമുക്ക് ഹെഡിങ് ആണ് കൊടുത്തത്. ഇതാ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒബ്വിയസ്ലി ഫസ്റ്റത്തെ കോളം പർട്ടിക്കുലേഴ്സ് അല്ലേ, പർട്ടിക്കുലേഴ്സ്
ദെൻ നമുക്ക് എന്ത് വേണം, എ എന്നൊരു കമ്മോഡിറ്റിയും അതുപോലെ തന്നെ ബി എന്നൊരു കമ്മോഡിറ്റിയാണ് നമുക്ക് ഉള്ളത്. ദെൻ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇൻവോയ്സ് പ്രൈസ് എത്ര, 24,000 രൂപ അല്ലേ. 6,000 കിലോ കൊണ്ടുവരാൻ നമുക്ക് 4 രൂപ ചിലവായി പെർ കെ ജി. അങ്ങനെയാണെങ്കിൽ 24,000 രൂപ 6 കിലോ 60,000 കിലോ 6,000 കിലോ ആ ഏന കെമിക്കൽ കൊണ്ടുവരാൻ ചിലവായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയാം. ഇൻവോയ്സ് പ്രൈസ് എക്ക് ചിലവായത് 24,000 രൂപ, ബിക്ക് ചിലവായത് എത്രയാണ്, 15,000 രൂപ. ദെൻ അടുത്ത് നമുക്ക് എന്താ തന്നിട്ടുള്ളത്, പിന്നെ നമുക്ക് തന്നിട്ട് സെയിൽസ് ടാക്സ് തന്നിട്ടുണ്ട്. സെയിൽസ് ടാക്സ് എക്കും ബിക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടില്ല, നമുക്ക് ആകെ തന്നിട്ടുള്ളൂ 1,300 രൂപ. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് എക്ക് ഉണ്ട്, എത്ര എമൗണ്ട് ബിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സെയിൽസ് ടാക്സ് ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ദി മെറ്റീരിയൽ പർച്ചേസ്ഡ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടെത്താൻ നോക്കാം. ഓക്കെ, ഇവിടെ വർക്കിംഗ് നോട്ട് കൊടുക്കാം. നമുക്ക് വർക്കിംഗ് നോട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സെയിൽസ് ടാക്സ് എല്ലാം കണ്ടെത്താൻ നോക്കുന്നു. എ അതുപോലെ ബി. അപ്പൊ ഇതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തണം, അതനുസരിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് 1,300 രൂപയാണ്. 1,300 രൂപ. ഓക്കെ, നമ്മളിത് പറഞ്ഞു ഈ സെയിൽസ് ടാക്സ് അതിന്റെ മൂല്യം വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ മൂല്യം എന്ന് പറയുമ്പോൾ എ എന്ന പ്രോഡക്റ്റിന്റെ മൂല്യം 24,000, ബി എന്ന പ്രോഡക്റ്റിന്റെ മൂല്യം 15,000. അങ്ങനെ ടോട്ടൽ പ്രോഡക്ട്സിന്റെ മൂല്യം എത്രയാണ്, 39,000. അപ്പോൾ ഈ പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ്. അപ്പോൾ എ എന്ന പ്രൊഡക്ട്സിന്റെ പ്രൊപ്പോർഷൻ എത്ര നോക്കാം, 24,000 ഡിവൈഡഡ് ബൈ 39,000. അപ്പൊ നമുക്ക് കിട്ടി 0.615. അതുപോലെ ബി എന്ന പ്രൊഡക്റ്റിന്റെ പ്രൊപ്പോർഷൻ നോക്കാം, ഡിവൈഡ് ബൈ 15,000 ഡിവൈഡ് ബൈ 39,000. നമുക്ക് കിട്ടിയ എത്രയാണ്, 0.384165. സോ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പ്രൊഡക്ട്സിന്റെയും ഇപ്പൊ എ പ്രൊഡക്റ്റിന് സെയിൽസ് ടാക്സ് എത്രയാണ്, ബി പ്രൊഡക്റ്റിന് സെയിൽസ് ടാക്സ് എത്രയാണ് കണ്ടെത്താം. അപ്പോൾ എക്ക് എത്രയാണ്, എ ഈക്വൽ ടു 1,300 ഇൻറ്റു എ എന്ന പ്രൊഡക്റ്റിന്റെ പ്രൊപ്പോർഷൻ 61 അല്ലെങ്കിൽ 61% എന്ന് പറയാം. അപ്പൊ 800 രൂപ നമുക്ക് കിട്ടി. ബി എന്ന പ്രൊഡക്റ്റിന്റെ നോക്കാം, 1,300 ഇൻറ്റു നമ്മളെ 0.38 അതിന്റെ പ്രൊപ്പോർഷൻ. അപ്പൊ നമുക്ക് കിട്ടി 500 രൂപ. അപ്പോൾ ഇവിടെ എഴുതി വെക്കാം, സെയിൽസ് ടാക്സ് എ പ്രൊഡക്റ്റിന് 800 രൂപ, ബി പ്രൊഡക്റ്റിന് 500 രൂപ. നിങ്ങൾ കാണുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാം എന്താണ് സെയിൽസ് ടാക്സ് കഴിഞ്ഞാൽ പിന്നെ റെയിൽവേ ഫ്രൈറ്റ് ഉണ്ട്. അപ്പോൾ റെയിൽവേ ഫ്രൈറ്റ് എത്ര നോക്കാം, റെയിൽവേ ഫ്രൈറ്റ് നമുക്ക് എത്ര ടോട്ടൽ എമൗണ്ട്, 540 എമൗണ്ട് ഉണ്ട്. എ എന്ന പ്രോഡക്റ്റും ബി എന്ന പ്രോഡക്റ്റും അല്ലേ. അപ്പോൾ എ എന്ന പ്രോഡക്റ്റ് അപ്പൊ റെയിൽവേ അല്ലെങ്കിൽ ഈ ഫ്രൈറ്റ് കാരേജ് എമൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാരേജ് എമൗണ്ട് നമ്മൾ കാണുന്നത് അതിന്റെ വെയിറ്റ് ആണ്, ദാറ്റ് മീൻസ് ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി എവിടെ തന്നിട്ടുള്ളത്, 6,000 ഈ ക്വാണ്ടിറ്റി തന്നിട്ട്, അതുപോലെ ബിക്ക് 3,000. അപ്പൊ അതാണ് അതിന്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയിറ്റ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എ എത്രയാണ്, 6,000, അതുപോലെ ബി 3,000, ടോട്ടല് 9,000. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇതിന്റെ പ്രൊപ്പോർഷൻ കാണണം. ഈക്വൽ ടു 6,000 ഡിവൈഡ് ബൈ 9,000. അപ്പൊ 0.66. ദെൻ രണ്ടാമത് 3,000 ഡിവൈഡ് ബൈ 9,000. സോ 0.333. അപ്പൊ ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെയിൽവേ ഫ്രൈറ്റിന്റെ വാല്യൂ കണ്ടെത്തുന്നു. എ എന്ന 540 ഇൻറ്റു എന്റെ പ്രൊപ്പോർഷൻ, അതുപോലെ തന്നെ 540 ഇൻറ്റു
ബിന്റെ പ്രൊപ്പോർഷൻ 180. അപ്പൊ ഈ ഒരു എമൗണ്ട് എന്താണ് നമ്മള് റെയിൽവേ ഫ്ലൈറ്റിന്റെ കോസ്റ്റ് ആണ്. അപ്പൊ ഏത് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എത്ര ചിലവായിട്ടുണ്ട്? 360 രൂപ ചിലവായിട്ടുണ്ട്. ബി എന്ന പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ നമുക്ക് ആകെ 150 രൂപ ചിലവായിട്ടുള്ളൂ. ദെൻ ഇനി എന്താ നോക്കാം. ഇനി പറയുന്നുണ്ട്, അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഷോർട്ടേജിന്റെ കേസൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് ക്വാണ്ടിറ്റിയിലെ കേസിലാണ് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഇൻവോയ്സ് പ്രൈസ്, സെയിൽസ് ടാക്സ്, റെയിൽവേ എമൗണ്ട്. അപ്പൊ ഇത് മൂന്നും കൂടി എ എന്ന പ്രൊഡക്റ്റിന് എത്ര രൂപ ചിലവായി? അപ്പൊ നമുക്ക് ചിലവായത് 25,160 രൂപ ചിലവായി. ബി എന്ന പ്രൊഡക്റ്റിനും അതുപോലെ തന്നെ നോക്കാം. ബി എന്ന പ്രൊഡക്റ്റിന് നമ്മൾ ചിലവാക്കിയ എമൗണ്ട് പറഞ്ഞാൽ 15,680 രൂപ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാം ഇതിന്. നമുക്ക് അടുത്ത് എന്താ കാണാനുള്ളത്? യൂണിറ്റ്സ് ആണ്. എത്ര കിലോ ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എ എന്ന പ്രൊഡക്റ്റ് കൊണ്ടുവന്നത് 6000 ആണ്, ബി എന്ന പ്രൊഡക്റ്റ് 3000 ആണ്. അപ്പൊ ടോട്ടൽ അല്ലെങ്കിൽ യൂണിറ്റോ വെയിറ്റ് കൊണ്ടുവരും, കെ ജി അല്ല കൊണ്ടുവന്ന് കെ ജി ആണ്. ടോട്ടൽ കെ ജി നമുക്ക് ഇത്ര 6300 6000 3000. ഇനി ഇതിൽ പറയുന്നുണ്ട് 6000 3000 ഉണ്ടെങ്കിൽ തന്നെ ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ട്. 3000 അല്ല 300 kg ഓൾറെഡി ലോസ് ഉണ്ടായിട്ടുണ്ട് എന്റെ കേസിൽ. ബിന്റെ കേസിൽ 150 കിലോ ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കാം. ലെസ് ബ്രേക്കേജ്, വാട്ട് എവർ വി ക്യാൻ കോൾ ബ്രേക്കേജ്. എന്റെ കേസ് 300 -300 ഇടാൻ കുറച്ചുകൂടി എളുപ്പമാവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ മൈനസ് നമുക്ക് നഷ്ടം വന്നതാണ് 150. അപ്പൊ എത്ര ഉണ്ട് നോക്കാം. സോ നമ്മള് ടോട്ടൽ കിലോന്ന് 6000 കിലോന്ന് ബ്രേക്കേജിന്റെ 300 കുറച്ചപ്പോൾ നമുക്ക് കിട്ടി 5700. അതുപോലെ തന്നെ 3000 കിലോന്ന് 150 ബ്രേക്കേജ് ഉണ്ടായിരുന്നു, അത് കുറച്ചപ്പോൾ നമുക്ക് 2850 രൂപ കിട്ടി. ഇത് നമുക്ക് പറയാൻ അർത്ഥം എന്താ വെച്ചാല് ഇവിടെ സ്റ്റോക്കിന്റെ വിലയാണ് കണ്ടെത്താൻ പ്രൈസ്, ഇഷ്യൂ പ്രൈസ് കണ്ടെത്താനാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെ അവർ പറയുന്നുണ്ട് 3% എന്തുണ്ടായിട്ടുണ്ട്, ഫർദർ ഡിട്രോഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വീണ്ടും ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എന്താണ് പൊടിഞ്ഞു പോകുക, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നഷ്ടത്തെ വീണ്ടും കുറയ്ക്കേണ്ടത്. പ്രൊവിഷൻ കൊടുത്തു. ചിലപ്പോൾ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം വന്നിട്ട് 3% യൂണിറ്റ്സ് നഷ്ടം വരാൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ 3% യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, കുറയ്ക്കുക. ലെസ് ഡിട്രോഷൻ അത്ര മതി. നമ്മളെ എത്ര എമൗണ്ട് നോക്കാം, 3% ആണ്. അപ്പൊ 3% എന്ത് ചെയ്യാം, ഇതിന് കുറയ്ക്കാം. ഈക്വൽ ടു 5700 അതിന്റെ 3% എന്ത് ചെയ്യാം, കണ്ടെത്തും. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 171 രൂപയാണ് 5000ന്റെ 3%. അതുപോലെ തന്നെ 2850ന്റെയും 3% കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് 85.5. സോ ഇതും കൂടി എന്ത് ചെയ്യാം, ഈ 500 ചില്ലാന്ന് കുറയ്ക്കാം. 5700 മൈനസ് 171. അതുപോലെ നമുക്ക് എത്ര കിട്ടി, 5529 യൂണിറ്റ്സ് കിട്ടി. ദെൻ അത് കഴിഞ്ഞാൽ 2850 യൂണിറ്റ്സ് 85.5 യൂണിറ്റ്സ് കൂടി കുറയ്ക്കാം. അപ്പൊ ടോട്ടൽ യൂണിറ്റ്സ് നമുക്ക് എത്ര കിട്ടി, അല്ലെങ്കിൽ നെറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 5209. മറ്റത് 2764.5. ഇനി നമ്മൾ കാണേണ്ട കേസ്, അതായത് നമ്മൾ കാണേണ്ട
ഇഷ്യൂ റൈറ്റ് ആണ്. ഇഷ്യൂയിങ് റൈറ്റ് എന്ന് പറയും. ഇഷ്യൂ റൈറ്റ് കാണാനാ, അതല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന മെറ്റീരിയലിന്റെ കോസ്റ്റ് എത്രയാണ്? 25,160. അപ്പൊ അതെന്ത് ചെയ്യാം, കാണാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? എ എന്ന പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയത് 4 രൂപക്ക് ആണെങ്കിൽ പോലും അത് ഇഷ്യൂ ചെയ്യേണ്ട പ്രൈസ്, നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വാങ്ങിയിട്ടുണ്ട്, മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഇനി പ്രൊഡക്ഷന് വേണ്ടി വിൽക്കുന്ന സമയത്ത്, നമ്മൾ വിൽക്കുന്ന സമയത്ത് എത്ര രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്? 4.55 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, അത് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ്. അതുപോലെ തന്നെ ബി എന്ന കെമിക്കൽ വാങ്ങിയത് 15,000 രൂപയ്ക്കാണ്. ദാറ്റ് മീൻസ് 5 റുപ്പീസിനാണ് വാങ്ങിയിട്ടുള്ളത്. അത് എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യണമെന്ന് നോക്കാം. 5.67 രൂപയ്ക്ക് എന്ത് ചെയ്യണം, അത് വിൽക്കണം. അപ്പൊ ഇത്രയാണ് നമ്മൾ എങ്ങനെയാണ് ഇഷ്യൂ റേറ്റ് എന്ന സംഭവം കണ്ടെത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്തത് നോക്കാം. നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എടുത്തു, സെയിൽസ് ടാക്സ് അതിലേക്ക് എന്ത് ആഡ് ചെയ്തു, റെയിൽവേ അതിലേക്ക് ആഡ് ചെയ്തു, ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ദെൻ നമ്മളത് നെറ്റ് കിലോ അല്ലെങ്കിൽ നെറ്റ് വെയിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ കിലോ നമ്മൾ കൊണ്ടുവന്നത് 6,000, അതുപോലെ 9,000, ടോട്ടൽ 6,000 3,000 കിലോ, അതുപോലെ ടോട്ടൽ 9,000 കിലോ കിട്ടി നമുക്ക്. ദെൻ ലെസ് ബ്രേക്കേജ്, അതായത് കൊണ്ടുവരുന്ന സമയത്ത് 6,000 നിന്നുണ്ടായിട്ടൊരു 300 രൂപേന്റെ അല്ലെങ്കിൽ 300 kg നഷ്ടം ഉണ്ടായിട്ടുണ്ട്, അത് കുറച്ചു. അതിനുശേഷം നമുക്കൊരു 3% ഡിട്രോയിഷൻ ഉണ്ട് എന്ന് പറഞ്ഞു, അതും കുറച്ചു നമ്മൾ. അങ്ങനെ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ 5,529 യൂണിറ്റ്സ് കിട്ടി. ഈ യൂണിറ്റ്സ് നമ്മൾ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഈ യൂണിറ്റ് എമൗണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിറ്റ് പെർ കോസ്റ്റ് അല്ലെങ്കിൽ ഇഷ്യൂ റൈറ്റ് കിട്ടും, സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യേണ്ട റൈറ്റ്. അപ്പൊ 4 രൂപക്ക് വാങ്ങിയ